അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യൻ ബേക്സ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, മഞ്ചേരി റോഡ്, വണ്ടൂർ. ഈ LDF-ന്റെ പുറത്ത് ഈ ഒരു കാര്യങ്ങളിൽ പല സംഘടനകളും വീണ് പോകുന്നൊരു സാഹചര്യം, പ്രത്യേകിച്ച് NSS ഒക്കെ ഇപ്പോൾ LDF അനുകൂലമായ നിലപാടാണല്ലോ സ്വീകരിക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ചർച്ചയായോ? NSS ഒന്നും LDF അനുകൂലമായ നിലപാട് സ്വീകരിച്ചു എന്ന് പറഞ്ഞിട്ടില്ല. അവർ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തു എന്നത് ശരിയാണ്. അതിനുശേഷം ബഹുമാനപ്പെട്ട NSS ജനറൽ സെക്രട്ടറിയുടെ പ്രസ്താവന വന്നു, ഞങ്ങളിപ്പോഴും സമദൂര സിദ്ധാന്തത്തിൽ തന്നെയാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ തർക്കം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ആശങ്ക ലീഗിനുണ്ടോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമല്ല. ആ രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ UDF മുന്നോട്ട് പോകും. ഞങ്ങൾക്ക് യാതൊരു ആശങ്കയില്ല. കേരളത്തിലെ ജനങ്ങളെ ഞങ്ങൾക്ക് വിശ്വാസം. അല്ല, ഈ തർക്കം NSS-മായി UDF-ന് ഒരു പ്രശ്നമില്ലല്ലോ. ആരാ പ്രശ്നം എന്ന് പറഞ്ഞത്? കാലാകാലങ്ങളിൽ ഇത്തരം സംഘടനകളെ അവർ വിദ്യാഭ്യാസ രംഗത്തും സാമൂഹ്യ സേവന രംഗത്തുമൊക്കെ നടത്തുന്ന പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അവരുമായി UDF അതിൻ്റെ നേതാക്കന്മാരും സഹകരിക്കാറുണ്ട്. ആ സഹകരണം തുടരുക തന്നെ ചെയ്യും. UDF ഒരുമിച്ചാണല്ലോ പ്രവർത്തിക്കുന്നത്. കോൺഗ്രസ് വേറെ, ലീഗ് വേറെ, മറ്റു ഘടകകക്ഷികൾ വേറെ എന്ന ചിന്തയില്ല. ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമിച്ച് പ്രവർത്തിക്കും. അല്ല, ഈ തർക്കം പരിഹരിക്കാനൊരു നീക്കം ലീഗിന്റെ ഭാഗത്ത് നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷേ അത് പിന്നീട് കണ്ടിട്ടില്ല. അത് ഇനി തുടരുമോ എന്നുള്ളതാണ്. ആരുമായിട്ടാ തർക്കം? കോൺഗ്രസും അതോടൊപ്പം തന്നെ NSS-മായി ബന്ധപ്പെട്ടുള്ള. ആരാ പറഞ്ഞു അങ്ങനെ തർക്കം ഉണ്ടെന്ന്? ഇല്ലല്ലോ, അങ്ങനെ തർക്കമില്ല. ഇടതുപക്ഷ ഗവൺമെന്റ് വിളിച്ചു കൂട്ടിയ ഒരു ആഗോള അയ്യപ്പ സംഗമത്തിൽ NSS ജനറൽ സെക്രട്ടറി പങ്കെടുത്തു. അതൊരു കോൺഗ്രസുമായുള്ള തർക്കമാണോ UDF-മായുള്ള തർക്കമാണോ? അത് സ്വാഭാവികമായി ആ ഒരു വിഷയത്തിൽ മാത്രമുള്ള അദ്ദേഹത്തിന്റെ നിലപാടാണ്. ഈ UDF-ലൊക്കെ വിഷയങ്ങളുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ലീഗ് ഒരു മധ്യസ്ഥ ചർച്ച നിലക്ക് മുന്നോട്ട് ഇറങ്ങാറുണ്ട്. അപ്പോൾ ആ വിഷയം വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ്, തിരുവാലി, പൂന്തോട്ടം, പത്തിരിയാൽ, മലപ്പുറം.